അവിടെ ആദ്യം ഞങ്ങൾക്ക് ഈ ഗൈഡ് തന്നെ കൂടെ വരും. എന്നിട്ട് ഒരു മീറ്റിംഗ് പോയിന്റ് ഏതാണെന്ന് അയാൾ കാണിക്കുക. അയാളൊരു കൊടിയും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, നമ്മുടെ ഒരു കൊടിയും ഉണ്ട്. ആ മീറ്റിംഗ് പോയിന്റ്, ആ കൊടി ഡെസ്റ്റിനേഷൻ്റെ കൊടിയാണ് ഉണ്ടായിരുന്നത്. ഡെസ്റ്റിനേഷൻ അവരുടെ കൊടിയാണ് ഉണ്ടായിരുന്നത്, ഒരു ചുവന്ന കൊടി. അത് എത്ര ദൂരെ നിന്ന് കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ കൊടിയും പിടിച്ചുകൊണ്ട് ഇയാൾ നിൽക്കും. അപ്പോൾ അയാൾ ഒരു മീറ്റിംഗ് പോയിന്റ് നമുക്ക് കാണിക്കും. എവിടെ പോയാലും ഈ മീറ്റിംഗ് പോയിന്റ് വരണമെന്ന് പറയും. അപ്പം നമുക്ക് അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുവച്ച അടയാളം എന്ന് പറയുന്നത്, ഈ മക്ഡൊണാൾഡിൻ്റെ ഒരു കഫറ്റീരിയ കണ്ടു, ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ അത് വേറെ ഒന്നും അവിടെ അതിനകത്ത് കാണത്തില്ല എന്ന് തോന്നിയതുകൊണ്ട് അത് നോക്കി വെച്ചു. പിന്നെ വേറെ ഒന്ന് രണ്ട് സ്ഥാപനങ്ങളോട് നോക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ നടപ്പ് തുടങ്ങിയാണ് ഈ പറഞ്ഞതുപോലെ വാങ്ങിച്ചത്. ഇതിപ്പോൾ ഞാൻ ഇത്രയും കൂടിയ മെറ്റീരിയലിൻ്റെ പെട്ടി വാങ്ങിച്ചുകൊണ്ടാണ് ഈ 400 യുവാൻ വീതം കൊടുക്കേണ്ടതായിട്ട് വന്നത്. ഒരു യുവാൻ എന്ന് പറയുന്നത് 15.95 രൂപയാണ് നമ്മുടെ. അത്രയും വിലയുണ്ട് അവരുടെ രൂപയ്ക്ക്. അപ്പം 400 യുവാൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 7,000 അടുത്ത് വില വരും. അത് ഒരു 650 രൂപ, 6,500 രൂപ വില വരും. പക്ഷേ ഞാൻ ഈ വാങ്ങിച്ചേക്കുന്ന പെട്ടികൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപ ഏറ്റവും കുറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ലാഭമാണ്. പിന്നെ എൻ്റെ കസിനും എൻ്റെ കൂടെ വന്നവരും ഒക്കെ ഉണ്ടല്ലോ ഈ പെട്ടി വാങ്ങിക്കാനാണ് വേണ്ടിയെന്ന്. അപ്പോൾ ഈ കസിൻ പെട്ടി വാങ്ങിച്ചപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് വില പേശി അവസാനം 165 യുവാനിന് ഒരു നല്ല പെട്ടിയാണ്, രഹസ്യം പെട്ടി. നമ്മൾ ഇവിടെ ആ പെട്ടി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏറ്റവും കുറഞ്ഞത് നമുക്കിവിടെ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 5,000 രൂപ കൊടുക്കണം. 5,000 അല്ല, അതിൽ കൂടുതൽ കൊടുക്കണം. ഇത് 165 യുവാന് അയാൾ പെട്ടി വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്ത കടയിൽ വെറുതെ ചുമ്മാതെ പോയിട്ട് അപ്പുറത്തൊന്ന് 150 കിട്ടിയെന്ന് പറഞ്ഞു. ഇതേ പെട്ടി ഒരാൾ പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയപ്പോൾ അവർ വിളിച്ച് 150 കൊടുത്തു കേട്ടോ. അങ്ങനെ ബാക്കി എല്ലാവരും ഈ 150 പെട്ടി വാങ്ങി. ഒരുപാട് പെട്ടി വേണ്ടെന്നും പറഞ്ഞ് വന്നേക്കുന്നവരും ഈ പെട്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയൊരു നേട്ടമാണ് ആ മാർക്കറ്റിനകത്ത് ഉള്ള ഈ കാര്യം. അത് പിന്നെ ഒറ്റ കുഴപ്പം, ഇത് വഴി തെറ്റിപ്പോകും നമുക്ക്, അവസാനം അങ്ങോട്ടും ഇല്ല. പിന്നെ വാഷ്റൂംസ് ഒക്കെ എന്നൊക്കെ പറയുന്ന അത് പലയിടത്തും ഉണ്ട് ഇതിനകത്ത്. അതെല്ലാം നീറ്റാണ്, വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്ന വാഷ്റൂംസാണ്. പിന്നെ അത് ഈ യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ് ഈ ചൈന എന്ന് പറയുന്നത്. അവർ ഈ വെള്ളം ഉപയോഗിക്കുകയില്ല ഈ ടോയ്ലറ്റിനകത്ത്. അവർ വെള്ളം ഉപയോഗിക്കത്തില്ല, അവർ പേപ്പറേ യൂസ് ചെയ്യുള്ളൂ, ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അത് അത് മനസ്സിലാക്കി വേണം പോകാൻ. അവിടെ എല്ലാ കടകളിലും ഇത് മാത്രമേ കാണുള്ളൂ. കടകളിലുമൊക്കെ നല്ല ടോയ്ലറ്റും വാഷ്റൂമും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, വെള്ളം ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെയ്യേണ്ട പരിപാടി എന്താ അറിയോ, ഞങ്ങൾ പോകുമ്പോൾ ചെയ്യുന്നത്, നമുക്ക് ഈ പേപ്പറൊക്കെ ഉപയോഗിച്ചാലൊന്നും നമുക്ക് മനസ്സിനൊരു സ്വസ്ഥതയില്ല. അതുകൊണ്ട് ഇങ്ങനെ യൂറോപ്പിൽ പോയാലും അമേരിക്കയിൽ പോയാലും ഇപ്പോൾ ചൈനയിൽ പോകുമ്പോഴും കണ്ടുപിടിച്ച കാര്യം, വെള്ളക്കുപ്പി ഉണ്ടല്ലോ, ഒരു 500 ml കുപ്പി, ഇതിനകത്ത് വെള്ളം കൊണ്ട് ആയിരിക്കും ഇതിനകത്തോട്ട് കയറിപ്പോയി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അനങ്ങാതെ ഈ വെള്ളം ഉപയോഗിച്ച് കഴുകി വാഷ് ചെയ്തിട്ട് സുഖമായിട്ട് കയറി വരാം. കൈ കഴുകാൻ ഇഷ്ടം പോലെ ഈ ടാപ്പും വെള്ളങ്ങളും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ടോയ്ലറ്റിനകത്ത് മാത്രം ഈ വെള്ളം ഉപയോഗിക്കത്തില്ല, പേപ്പർ ഉപയോഗിക്കുള്ളൂ. പിന്നെ മിക്കവാറും ടോയ്ലറ്റ് നല്ല ക്ലീനാണ്. എന്നാലും ടോയ്ലറ്റ് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ഒരു ക്ലീൻലിനെസ് അതിന് കാണാനില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ മോർ ബെറ്ററാണ്, വളരെ നല്ലതാണ്. ആ രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഇതിനകത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ 3 മണിക്കൂർ സമയമാണ് അവർ 2.5 മണിക്കൂർ സമയമാണ് തന്നിരുന്നത്. പക്ഷെ ഞങ്ങൾ 2.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയെങ്കിൽ പോലും ബാക്കിയുള്ള ആളുകൾ ഒന്നും എത്തിയിട്ടില്ല. പിന്നെ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കേണ്ട, കാല് കഴിക്കും, ഇത്രയും നടക്കുകയല്ലേ. അന്നത്തെ ദിവസം ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങളെല്ലാം കൂടെ മൊത്തം കൂടെ ഞാൻ നോക്കിയപ്പോൾ ഒരു 12.5 കിലോമീറ്റർ നടന്ന് കഴിഞ്ഞു. അപ്പം കാല് കഴിക്കുന്നു നന്നായിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ വെറുതെ ഒന്നും ഇരിക്കാൻ ഒക്കത്തില്ല. ഈ കടകളുടെ മുമ്പിൽ ചിലയിടത്ത് കസേര ഇട്ടിട്ടുണ്ട് നോക്കിയപ്പോൾ. അപ്പോൾ അത് റെസ്റ്റോറൻറ്റ്സ് ആണ്, ചെറിയ റെസ്റ്റോറൻറ്റ്സ്. അവിടോട്ട് കാപ്പി വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കസേര അവിടെ ഇരുന്ന് കാപ്പി വാങ്ങിച്ചുകൊണ്ട് വന്നു. നല്ല കാപ്പിയൊക്കെ കിട്ടും, നല്ല കോഫി കിട്ടും. ആ കോഫി വാങ്ങി കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ സമയമെടുത്ത് അതങ്ങ് കുടിച്ചു. കാര്യം ബാക്കി എല്ലാവരും വരുന്നത്, എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് കാണാം ഈ കൊടിയും കൊണ്ട് ഇയാൾ നിൽക്കുന്നതും അവിടെ ആളുകൾ വന്ന് കൂടുന്നതെന്ന് നമുക്കറിയാം. എല്ലാവരും വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച്
അപ്പോൾ മിക്കവാറും ആളുകളൊക്കെ വന്നു കൂടി. അത് കാരണം ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ഒരു 3 മണിക്കൂർ എടുത്ത് ഈ പറഞ്ഞതിന് അരമണിക്കൂർ അധികം ആളുകൾ ചിലവാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ അരമണിക്കൂറോളം ഇവിടെ ഇരുന്നിട്ടുമുണ്ട്. അത് തന്നെ സംഭവം. അവിടെ നിന്ന് അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ അതിനകത്ത് നേരെ തിരിച്ചു വന്ന് ഈ പെട്ടിയും വലിച്ചുകൊണ്ട് വന്ന് നേരെ വാഹനത്തിൽ കയറി. അതുമ്പോൾ ഈ പെട്ടി ഒരുപാട് വലിക്കൊന്നും വേണ്ട. ഈ കടയിൽ നിന്ന് വലിച്ചു കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അവിടെ ഈ സ്റ്റെപ്സാണ് ഉള്ളത്. അപ്പോൾ അതാകുമ്പോൾ ഈ പെട്ടി എടുത്ത് കയറണമല്ലോ. അത് വേണ്ട. അതിൻ്റെ ഒരു സൈഡിൽ അതായത് പറഞ്ഞ പെട്ടിക്ക് വേണ്ടി അവരുണ്ടാക്കിയേക്കുന്ന സാധനമാണ്. ഒരു സൈഡിൽ അതിനകത്തോടെ നമുക്ക് വലിക്കാം. നമുക്ക് പടി കൂടെ നടന്നുകൊണ്ട് ഈ പെട്ടി അതിൽ കൂടെ വലിച്ചുകൊണ്ട് പോകാം. അതിനു വേണ്ടി ഉണ്ടാക്കുന്ന. അപ്പോൾ അവരുടെ ഈ പെട്ടി വ്യാപാരം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വലിയ ബിസിനസ്സാണത്. ഈ കടകൾ, ഞാൻ ആ പെട്ടി വിൽക്കുന്ന കടകൾ നോക്കിയാൽ ഞാൻ നോക്കിയതിപ്പോൾ ഒരു 500-ൽ പരം കടകൾ ഞാൻ കണ്ടു കാണും. ബാക്കി ഞങ്ങൾ പോയില്ല. ഒരുപാട് സ്ഥലങ്ങളിലോട്ട് ഞങ്ങൾ പോയില്ല. പിന്നെ എനിക്കൊരു ലെതർ ജാക്കറ്റ് അവിടുന്ന് വാങ്ങണമായിരുന്നു. നോക്കിയപ്പോൾ എൻ്റെ ഈ ലെതർ ജാക്കറ്റ് കേടായി തുടങ്ങി. അമേരിക്കയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചാണ്. ചൈനീസാണത്, മെയ്ഡ് ഇൻ ചൈനയാണ്. അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചാണ് ആ ലെതർ ജാക്കറ്റ്. അപ്പോൾ അത് വാങ്ങണം. അതിനു വേണ്ടി ഞങ്ങൾ കുറേ ദൂരം നടന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആളുകൾ ഞങ്ങൾ ഇന്നോടത്തോട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ പോകുന്നത്. കാരണം എങ്ങനെയെങ്കിലും തിരിച്ചു വരണമല്ലോ. പിന്നെ എല്ലാവരുടെ കയ്യിലും ഫോണുള്ളതുകൊണ്ട് വിളിച്ചാൽ എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് അറിയാം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ റോമിംഗ് ഒക്കെ എടുത്തുകൊണ്ട് ഏത് വിദേശത്ത് രാജ്യം നമ്മൾ പോയാലും നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് റോമിങ് നമ്മൾ എടുക്കണം. റോമിങ് എടുത്ത് ഒരു 14 ഡേയ്സ് റോമിങ് എടുത്താൽ മതി. എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 1551 രൂപയേ ഉള്ളൂ. ഞാൻ എൻ്റെ റോമിങ് എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. പിന്നെ അല്ലാതെ തന്നെ 1400 രൂപ മുടക്കിയാൽ മതി. വേറൊരു കാര്യമുണ്ട്. എസ്കിമോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സിമ്മുണ്ട്. അത് ഈ സിമ്മാണ്. അത് ഉൾപ്പെടെ അവർ നമുക്കിതിനകത്ത് ചാർജ് ചെയ്ത് തരും. അതും വളരെ നല്ല. അതിൻ്റെ പകുതി പോലും നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് പോയത് 100 മിനിറ്റ് ഔട്ട് ഗോയിങ്ങും 100 മിനിറ്റ് ഇൻകമ്മിങ്ങും 14 ദിവസത്തേക്കാണ്. അപ്പോൾ ഇൻകമ്മിങ് കോളും 100 മിനിറ്റ് ഉണ്ട്, ഔട്ട് ഗോയിങ്ങും 100 മിനിറ്റ് ഉണ്ട്. അപ്പം ഞാൻ ആകെ യൂസ് ചെയ്തത് ഔട്ട് ഗോയിങ് ഏതാണ്ട് ഒരു 60 മിനിറ്റ് യൂസ് ചെയ്തതാണ്. 40 മിനിറ്റ് അതങ്ങ് പോയിട്ടുണ്ട്. ഇൻകമ്മിങ് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ്. അത് ഏതാണ്ടൊരു യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു 35-40 മിനിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു പരിപാടിയാണ്. ഇന്നത്തെ കാലത്ത് ഡെവലപ്മെൻറ്റ് കാരണം നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ നാട്ടിലെ ഇവരെയൊക്കെ വിളിക്കാം, മക്കളെയൊക്കെ വിളിക്കാം, അവർക്ക് അങ്ങോട്ട് വിളിക്കാം, എവിടെ ആയാലും കിട്ടും. അവിടെ ചൈനയിൽ ഒരു സ്ഥലത്തും റേഞ്ച് ഇല്ല എന്നൊരു പ്രോബ്ലം ഇല്ല. എല്ലായിടവും നമുക്ക് വിളിച്ചാൽ കിട്ടും. അങ്ങനെ ഈ കെട്ടിടത്തിനകത്ത് ഞങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയുമ്പോൾ ഞങ്ങൾ ആദ്യം ഈ കസിനെ വിളിക്കും. അപ്പോൾ അയാൾ പറയും എവിടെ നിൽപ്പുണ്ടെന്നുള്ളൊരു ഊഹം പറഞ്ഞുതരും. അങ്ങനെ അതനുസരിച്ച് ഞങ്ങൾ വന്ന് കണ്ടുമുട്ടും. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് വെളിയിലിറങ്ങി ഞങ്ങൾ പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് അതും. അതിലേക്ക് പോയി.